മുഖ്യമന്ത്രി പിണറായി വിജയനെ വളരെ നിശിതമായി വിമർശിക്കാൻ ധൈര്യമുള്ള ആരുണ്ട്? വളരെ ചുരുക്കം പേരാണ്. അതിൽ ഒരു പേര് ശോഭാ സുരേന്ദ്രൻ എന്നാണ്. വെറുതെ അങ്ങ് വിമർശിക്കുകയല്ല, കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ എത്രയും ഉന്നയിക്കാറുള്ളത്. എല്ലാവർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം, കമ എന്ന അക്ഷരം മിണ്ടാനായിട്ട് മുട്ട് കിടുകിട വിറയ്ക്കും. പക്ഷേ ശോഭാജി അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട്, വളരെ കടുകട്ടിയുള്ള, വളരെ ചാട്ടുളി പോലുള്ള വാക്കുകൾ കൊണ്ട് വേദിയിലിരുത്തിയെങ്കിൽ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കൃത്യമായി പറയാനുള്ളതെല്ലാം തന്നെ പറയുകയും ചെയ്യും. ഇപ്പോഴിത് പറയാൻ കാരണമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി ഇരിപ്പുണ്ട്. മുഖ്യമന്ത്രിയെ ആ വേദിയിലിരുത്തിക്കൊണ്ട് ശോഭാജി നടത്തിയ പ്രസംഗം അത് ഞാൻ കേൾക്കാനിടയായി. വളരെ കൃത്യമായിട്ട്, വളരെ ചടുലമായിട്ട്, വളരെ കേൾക്കാൻ ഇമ്പം തോന്നുന്ന പോലുള്ള രീതിയിൽ, അത് ഇമ്പം തോന്നുന്നു എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, ആ വിമർശനം എന്ന് പറയുന്നത് അതുപോലെയാണ്. അടുക്കി അടുക്കി വെച്ച വാക്കുകൾ വളരെ കൃത്യമായി, ഒരു വാക്ക് പോലും എടുത്ത് മാറ്റാനില്ലാത്ത രീതിയിൽ വിമർശിക്കുന്നു. അതിൽ പ്രധാനമായും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു വേദി, ആ വേദി എന്തിന് ഉപയോഗിക്കണം? ആ വേദി നമുക്ക് തന്നത് എന്തിനു വേണ്ടിയാണ്, അല്ലെ? ഏത് ഒരവസ്ഥയിലും രാഷ്ട്രീയ പ്രസംഗം മാത്രം നടത്താനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന CPM നേതാക്കൾ, അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, താഴേക്ക് ഇങ്ങോട്ടേക്ക് ഏറ്റവും താഴെയുള്ള നേതാക്കൾ വരെ ആയിക്കോട്ടെ, ഏത് വേദി, ഏത് സന്ദർഭം, ഏത് സാഹചര്യം എന്നൊന്നുമില്ലാതെ, യാതൊരു മാന്യതയും യാതൊരു ഉളുപ്പുമില്ലാതെ ആ വേദി സ്വന്തം രാഷ്ട്രീയ കാര്യങ്ങൾ, സ്വന്തം രാഷ്ട്രീയ പ്രസ്താവന, താൻ നിൽക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ രാഷ്ട്രീയം എന്താണ്, അത് വളച്ചൊടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് തന്നെയോ പറയുക. ഈ പറയുന്ന രീതി പലപ്പോഴും കേട്ടിരിക്കുന്ന നമുക്ക് പോലും അത് വളരെ എന്താ പറയാ, അത് വളരെ ഒരു അവജ്ഞ തോന്നുന്ന രീതിയിലേക്ക് എത്തിക്കാറുണ്ട്. അതേ രീതിയിൽ ഒരു സന്ദർഭം ഇവിടെയും ഉണ്ടായി. നോക്കൂ, എന്താണ് ശോഭാജി അവിടെ വെച്ച് പറഞ്ഞത്? ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനോ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനോ, കോൺഗ്രസിന്റെ പ്രവർത്തകനോ അവന്റെ ഇസത്തെ പ്രസംഗിക്കാനുള്ള വേദിയല്ല എന്നുകൂടി എന്റെ മനസ്സിനകത്തേക്ക് കടന്നു വരികയുണ്ട്. ശോഭാജി പറയുകയാണ്, ഇതൊരു ആധ്യാത്മിക പ്രഭവ കേന്ദ്രമാണ്. ശരിയല്ലേ? ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളന വേദിയാണ്. അവിടെ വന്നുകൊണ്ട് രാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത് എത്രത്തോളം മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ശോഭാജി അത് മുന്നോട്ട് വയ്ക്കുന്നത്. കൃത്യമായിട്ട് ശോഭാജി പറയുന്നു, ഇത് LDFന്റെയോ UDFന്റെയോ CPMന്റെയോ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ ചായ്വുകളും ഒന്നും പറയാനുള്ള വേദിയല്ല. ആ വേദി ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് സ്വയമേവ മനസ്സിലാക്കണം. ഇത്രയും നാളത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള മുഖ്യമന്ത്രി അത് മനസ്സിലാക്കണമെന്ന് ശോഭാജി പറയാതെ പറയുന്നുണ്ട് ഇതിലൂടെ. അത് തന്നെയല്ലേ ഒരിസത്തെയും വിളമ്പാനുള്ള ഇടമല്ല എന്നാണ് ശോഭാജി ഈ പ്രസംഗത്തിൽ പറയുന്നത് തന്നെ. നമ്മൾ അതാണ് കേട്ടതും. എന്നിട്ട് ശോഭാജി പറയുകയാണ്, ഇതെന്താണ്, ഇതൊരു ആധ്യാത്മിക പ്രഭവ കേന്ദ്രമാണ്. എനിക്കൊരു 2 മണിക്കൂർ സമയം പ്രസംഗിക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി ശോഭാജി പറയുന്നുണ്ട്. അതിന് ഞാൻ ഏത് പാർട്ടിയിൽ, അല്ലെങ്കിൽ അവനവൻ ഏതു പാർട്ടിയിൽ നിൽക്കുന്നുവോ ആ പാർട്ടി കൃത്യമായി രാഷ്ട്രീയ സാഹചര്യവും മൈക്കും സ്റ്റേജും, അതായത് വേദിയും മൈക്കും എല്ലാം ആൾക്കൂട്ടവും ഒക്കെ വേണം. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് പറയൂ. അതല്ലേ വേണ്ടത്? അതിനെക്കുറിച്ച് കൂടി ശോഭാജി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കേട്ടു നോക്കൂ. എന്റെ പാർട്ടി എന്തു ചെയ്യുന്നു എന്ന് കേരളത്തിനോട് പറയണമെങ്കിൽ എന്റെ പ്രസ്ഥാനം മൈക്ക് കെട്ടി അങ്ങനെ വേദി. എന്നിട്ട് ശോഭാജി പറയുന്നു, ഞാൻ ഇരുന്നത്, അതായത് ഇത്ര നേരവും ഞാൻ ഇരുന്നത് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണിലാണോ എന്ന സംശയം തോന്നിപ്പോയി എന്ന് പറയുകയാണ്. നോക്കൂ, അപ്പോൾ അവിടെ നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് അത്രത്തോളം രാഷ്ട്രീയം കലർത്തി ഗുരുവിനെ പോലും, ഗുരുവിൻ്റെ ദർശനങ്ങളെ പോലും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള CPMന്റെ ആ പതിവ് രീതി,
ആ രീതിയിൽ തന്നെയാണ് ആ ഒരു മഹാസമ്മേളന വേദിയെ ഉപയോഗിച്ചതെന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുതിർന്ന വനിതാ നേതാവ് ആയിക്കോട്ടെ, ഏതൊരു നേതാവും ആയിക്കോട്ടെ, എന്തായാലും ശോഭാജി അവിടെ ഉണ്ട്. അപ്പൊ ശോഭാജിക്ക് പോലും തോന്നുകയാണ്, അത് ശോഭാജിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സദസ്സിലിരിക്കുന്ന അനേകായിരം സദസ്യരുടെ മനസ്സിലേക്ക് പോലും അവർ പോലും തോന്നുകയാണ്, ഞങ്ങളിത് രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനാണോ വന്നത്? ഇത് ശ്രീനാരായണ ഗുരുദേവനെ അനുസ്മരിക്കാനുള്ള വേദിയല്ലേ? അതിനെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? ആ മഹത് ദർശനങ്ങളെ കുറിച്ച് എത്ര 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 കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ടാകും. ഇത് ഏതൊരു സാധാരണക്കാരന്റെയും മനസ്സിലുണ്ടാകും. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, അവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന സന്യാസി വര്യന്മാരുടേതുൾപ്പെടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ആ ദർശനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആ മഹത് പ്രഭാവത്തെക്കുറിച്ചുമൊക്കെ കേൾക്കാനും അറിയാനുമൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത് മുഖ്യമന്ത്രി എന്ന് അവർ പറയുകയാണ്. നമ്മൾ പോലും ചിന്തിക്കില്ലേ, ഇങ്ങനെയാണോ ഒരു വേദി കൈകാര്യം ചെയ്യേണ്ടത്? അതോ ഇത് CPM-ന്റെ ഒരു സ്ഥിരം തന്ത്രമാണോ? ഇത്രയൊക്കെ പ്രവർത്തന പരിചയം ഉണ്ടായിട്ട് പോലും എന്തിനാണ് ഇത്രത്തോളം ഒരു മാന്യതയില്ലായ്മ, സ്വന്തം ആദരവ് സ്വയമേവ ഇല്ലാതെയാക്കുന്ന തരത്തിൽ കാണിച്ചു കൂട്ടുന്നത്? ഇത് എല്ലാ കാലവും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്കൊക്കെ, രാഷ്ട്രീയ നാടകങ്ങളൊക്കെ എന്നും വിലപ്പോകുമെന്ന് കണ്ടിട്ടാണോ? അതുകൊണ്ടാണോ ഇത്തരത്തിൽ ചെയ്യുന്നത്? എന്നിട്ട് ശോഭാജി പറയുന്നുണ്ട്, സന്യാസി വര്യന്മാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട്, ഈ വേദിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നുകൂടി പറയുകയാണ്. കാരണം എന്നിട്ട് പറയാണ്, അധിക പ്രസംഗി എന്നുള്ളൊരു പേരൊക്കെ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ശോഭാജിയെ കാണുന്ന കാലം മുതൽ, അറിയുന്ന കാലം മുതൽ ആ പ്രസംഗങ്ങൾ എല്ലാം തന്നെ വളരെ ചടുലമായതാണ്. നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ്. പക്ഷേ ആ പ്രസംഗത്തിൽ ഒരു വാക്ക് പോലും മാറ്റിവെക്കാനുണ്ടാകില്ല. നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കേണ്ടത് കൊണ്ട് വേണമെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് ആക്രമിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും അതിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുരു മുന്നോട്ട് വെച്ച പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ എന്താണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുകൂടി ചോദിക്കുകയാണ്. സമത്വം ഉണ്ടാകണമെന്ന് ഗുരുദേവൻ പറഞ്ഞു. സമത്വം ഇന്ന് ഈ കേരളത്തിലുണ്ടോ മുഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഈ കേരളത്തിലില്ല. വിദ്യ കൊണ്ട് ശക്തിപ്പെടണമെന്ന് പറഞ്ഞു. വിദ്യ കൊണ്ട് എങ്ങനെയാണ് ഇവിടെയുള്ളവരെ ശക്തിപ്പെടുത്തിയിരിക്കുന്നത്? ഓരോ ഭാഗവും ഓരോ വിഭാഗത്തെയും തിരിച്ച് അവരുടെ വോട്ട് വാങ്ങാൻ വേണ്ടി അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയില്ലേ? എന്നിട്ട് പറയുകയാണ്, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. എന്നിട്ട് സ്വാമി വിവേകാനന്ദൻ എഴുതി ചേർത്തക്കണമെന്ന് പറഞ്ഞതുപോലെ മൂർഖ ദേവോ ഭവ, അതായത് പാമരൻ എന്നാണ് മൂർഖ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ പാമരനായിട്ടുള്ളവനെ കൂടി ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന സംസ്കൃതിയാണോ, ആ ഒരു സംസ്കൃതിയിലേക്കാണോ ഇവിടുത്തെ കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നത്? സത്യമല്ലേ? ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് എന്താണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? വിഭജന രാഷ്ട്രീയമല്ലാതെ മറ്റെന്തിവിടെ ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കണം, എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന ആ ഒരു മഹത് വചനത്തെ പോലും ഇല്ലാതെയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. കൂടാതെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഹിന്ദു കുട്ടികൾ ചോദിക്കുന്നു ഗുരു ദൈവമാണോ എന്ന്. ഗുരു ദൈവമല്ല എന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം പ്രസംഗങ്ങളിൽ അദ്ദേഹത്തെ നവോത്ഥാന നായകനായി മാത്രം വരച്ചു വയ്ക്കുകയാണ് CPM അല്ലെങ്കിൽ LDF. മനഃപൂർവ്വമായി തന്നെ അദ്ദേഹത്തിന്റെ മഹത് ദർശനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ദർശനമാല ഉണ്ടായത് എങ്ങനെയെന്ന് അറിയാമോ? ഇതെല്ലാം ആ ഒരു പ്രസംഗത്തിൽ ശോഭാജി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ വേടനെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് പറയാനായിട്ട് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ഉണ്ടായി. എന്തുകൊണ്ട് ഗുരുവിന്റെ രചനകൾ, ഗുരുവിന്റെ ആ മഹത് രചനകൾ പഠിപ്പിക്കണം, ഗുരുവിനെ കുറിച്ച് പഠിപ്പിക്കണം
എന്ന് പറയാനായിട്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രി പോലും ഇല്ലാതെ പോയി ഈ കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ MDMA ഒക്കെ കഴിച്ച് മാതാപിതാക്കളെ കൊല്ലുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ശോഭാജി തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. നമ്മൾ പറയില്ലേ, ഗൂസ് ബംസ്, രോമാഞ്ചം വരുന്ന തരത്തിലുള്ള പ്രസംഗമാണ്. ഗുരുവിനെ ഏത് രീതിയിലാണ് CPM മനസ്സിലാക്കിയിരിക്കുന്നത്? അവർക്ക് വേണ്ടപ്പോഴെല്ലാം ഗുരുവചനങ്ങൾ എടുത്ത് ഗുരുവിനെ ഒരു നവോത്ഥാന നായകനായി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രചനകളെ, അദ്ദേഹത്തിന്റെ ആ ദർശനങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് പ്രകീർത്തിച്ചു എന്ന് വരുത്തി തീർക്കുന്ന CPMന്റെ ആ ഒരു കപട നാടകത്തെ മുഴുവൻ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി തന്നെ ശോഭാജി ഇല്ലാതെയാക്കി കളഞ്ഞിരിക്കുന്നു. അത്രത്തോളം ചടുലമായി, അത്രത്തോളം കൃത്യമായി, വളരെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മുഖത്ത് നോക്കി ഭയം ലേശം പോലും ഇല്ലാതെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ് ഈ വിഷയങ്ങളിൽ എല്ലാത്തിലും കൂടി ശോഭാജി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വാർത്തകൾ മലയാളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യ ലൈവാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക വിവരങ്ങൾ കൈമാറുന്ന നമ്മുടെ ഒരു സത്സംഗം പോലത്തെ ഒരു ചാനൽ, പുണ്യം എന്നാണ് അതിൻ്റെ പേര്. ആ ചാനൽ കൂടി, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്. ആധ്യാത്മിക ചാനലാണ്. നല്ല മനുഷ്യനായി, ഒരു സനാതനിയായി എങ്ങനെ ജീവിക്കാമെന്ന് ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന അബാലവൃദ്ധം കുടുംബാംഗങ്ങളും നിശ്ചയമായും കാണേണ്ടുന്ന ഒരു ചാനലാണ് പുണ്യം. ഈ രണ്ട് ചാനലുകളും ഉറപ്പായും ഇന്ത്യ ലൈവ് കണ്ടാൽ ഉടനെ നിങ്ങൾ IND എന്ന് പറഞ്ഞ് നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.